ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ ജോഗ് തെരുവിലാണ്. ഇവിടെ ധാരാളം കടകളും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇതെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് പലരും വാങ്ങുന്നുണ്ട്. ഇവിടെ പുരാവസ്തു സാധനങ്ങൾ, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രങ്ങൾ, ഇത് കണ്ടോ, ചന്ദനത്തിരികൾ, സാമ്പ്രാണി ചന്ദനത്തിരികൾ, അങ്ങനെ സുഗന്ധദ്രവ്യങ്ങളുടെ ഷോപ്പാണിത്. ഈ ഫോറിനേഴ്സ് നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന ഇവരുടെ കൂടെയുള്ള രണ്ടുപേരാണ്. ഇവർ അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഇവിടെ ഈ സ്ഥലങ്ങൾ കാണാൻ വരാറുണ്ട്. പൗരാണികമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, അല്ല പുരാതനമായ സാധനങ്ങൾ വാങ്ങാനുള്ളവർ, പിന്നെ ഈ പഴയ സംസ്കാരവും പഴയ രീതികളും അനുഭവിച്ചറിയാൻ താല്പര്യമുള്ള ആളുകളെല്ലാം ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇത് കണ്ടോ, വെങ്കലത്തിൽ പണിതിരിക്കുന്ന പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ. ഇതിനകത്ത് അലങ്കാര വസ്തുക്കളുമുണ്ട്, അല്ലാതെ വീട്ടിൽ നമുക്ക് വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്ന സാധനങ്ങളുമുണ്ട്. ഇതെല്ലാം ഓരോ തരത്തിലുള്ള ശില്പങ്ങളാണ്. പിന്നെ ഇവിടെയുള്ള പുരാവസ്തു സാധനങ്ങളെല്ലാം എല്ലാം ഒറിജിനലാണോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. അതിലും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ് ഈ വ്യാപാരികളുടെ ഒരു പ്രധാന പരിപാടി. ഇത് സീസണിലെല്ലാം വളരെ നല്ല നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, പഴയ സ്റ്റാമ്പുകൾ. പണ്ടത്തെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെല്ലാം സ്റ്റാമ്പ്, നാണയം കളക്ഷൻ, പഴയ തീപ്പെട്ടിപ്പട കളക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിയില്ലായിരുന്നു. അതിൻ്റെ ബാക്കി പത്രം. ഇത് അണ, പൈസ, പഴയ പുരാതന ഇന്ത്യൻ നാണയങ്ങൾ ശേഖരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പല പല രീതിയിലുള്ള പല റേഞ്ചിലുള്ള ആളുകളുണ്ട്. പഴയ സ്റ്റാമ്പുകൾ. എനിക്ക് നാണയശേഖരം, പണ്ട് സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അതില്ലാതായി. ഇപ്പോഴും നാണയശേഖരം കുറച്ച് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഇവിടെ വിറ്റ് പോകുന്ന സാധനങ്ങളാണ്. ഇത് കണ്ടോ, വള്ളങ്ങൾ പല മോഡലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചുണ്ടൻ വള്ളം. ഇതൊക്കെ മറ്റേ കല്ലുകളിൽ പണിതിരി ചെറിയ മോതിരങ്ങൾ, പിന്നെ ഫാൻസി ഓർണമെൻറ്റ്സ്, പുതിയ മോഡലിലുള്ള ഓരോ തരം ആഭരണങ്ങളും വസ്ത്രങ്ങളും, എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. വീടലങ്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അലങ്കാര വസ്തുക്കളാണ് കൂടുതലും. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഈ മേഖലയിലുണ്ട്. ഇവിടെ ഒട്ടനവധി ഷോപ്പുകളുണ്ട്. തെരുവിൻ്റെ ഇരുവശത്തും ഷോപ്പുകളാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തിരക്ക് കുറഞ്ഞ് എടുക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ പഴയ കല്ലുകൾ, ഈ ജേഡെന്ന് പറയും, രത്നമൊക്കെ ആവുന്നതിന് മുമ്പുള്ള അവസ്ഥ. മെതിയുടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആനയുടെ ശില്പങ്ങൾ, മോതിരം, വളകൾ, ഫാൻസി ഓർണമെൻറ്റ്സ്, പലതരത്തിലുള്ള ശില്പങ്ങൾ, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് സാധാരണ ടൗണുകളിൽ വാങ്ങാൻ പറ്റാത്ത ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ലഭ്യമാവുള്ളൂ. ഇതിൻ്റെ കളക്ഷൻസ് എല്ലാം ഇവർ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് ഇതൊരു ബിസിനസ്സാണ് ഇവിടെ. ഇത് കണ്ടോ, പഴയൊരു തേര്. ഇത് എവിടുന്നോ കൊണ്ടുപോയി വെച്ചേക്കണത്. ഇതെല്ലാം വിൽക്കാനുള്ള സാധനങ്ങളാണ്. നമുക്ക് തോന്നാം ഇതൊക്കെ ആര് വാങ്ങുമെന്ന്. പക്ഷേ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ അത് ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും അവർ കണ്ടെത്തി വാങ്ങും ഇതുപോലുള്ള സാധനങ്ങൾ. ആൻറ്റിക് സാധനങ്ങൾ വാങ്ങുന്ന എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വസ്ത്രങ്ങളുടെ നീണ്ട ഷോപ്പുകളാണ്. ശില്പങ്ങൾ പല മോഡലുള്ളത്. ഇതുപോലെ ശില്പങ്ങളൊക്കെ പണ്ട് കാലത്ത് പഴയ മലയാള സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ട്. ബുദ്ധൻ്റെ സ്റ്റാച്ചു. ഇത് കണ്ടോ, പഴയൊരു മോഡൽ കട്ടിൽ. ഇതൊക്കെ എന്താവശ്യത്തിനുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിന് അലങ്കാര വസ്തുക്കൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കടകളുടെ ഉള്ളിലൊന്നും കയറി ഷൂട്ട് ചെയ്യുക പ്രായോഗികമല്ല. ഓരോ കടക്കാർക്കും പൈസ കൊടുക്കേണ്ടി വരും. അത് അവർ പറയുന്ന എമൗണ്ടാണ്. അതേസമയം നമ്മൾ സാധനം വാങ്ങുവാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കും. നമ്മൾ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നു.
ഈ സാധനങ്ങളൊക്കെ ആര് വാങ്ങുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ ഇത് ഓരോ പ്രാവശ്യം വരുമ്പോഴും സാധനങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇതുപോലെ പുരാതന സാധനങ്ങളോട് ക്രൈസുള്ള ആളുകൾ, ഇത് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിലേ നമ്മൾ സഞ്ചരിക്കുമ്പം നമ്മളേതോ പുരാതന നഗരത്തെത്തിയ പോലെ നമുക്ക് തോന്നും. കാരണം ഇവിടുത്തെ കാണുന്ന ഈ സാധനങ്ങളൊന്നും, ഈ കട്ടിലുണ്ടല്ലേ, ഇതൊന്നും നമ്മൾ ഇപ്പോൾ നിത്യജീവിതത്തിൽ കാണാൻ പറ്റുന്നതല്ല. ഇതൊരു ഗണപതി വിഗ്രഹം. ഞാൻ കല്ലിക്കൊത്തിയ പല വിഗ്രഹങ്ങളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. ഓരോ ആളുകളുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഇതൊക്കെ വീടുകളിൽ കൊണ്ടുവച്ച് നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ ഷോക്കേസിലും എല്ലാം വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു വ്യത്യസ്തമായ സാധനങ്ങളാണല്ലോ. ഇത് അവരുടെ സിനഗോഗ്, അവരുടെ പള്ളി. ഇതെല്ലാം കർണാടകയിൽ നിന്ന് വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇവർ ഏതോ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. ഈ വിളക്കുകളെല്ലാം കണ്ടോ? ഈ വിളക്കുകളൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള വിളക്കുകളാണ്. ഇതൊക്കെ പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സ്മരണ നമ്മളിലേക്ക് എത്തിക്കും. ഈ തെരുവിൽ എവിടെ നിൽക്കുമ്പോഴും നമുക്ക് ഒരു ഒത്തിരി വർഷം പുറകിൽ ജീവിക്കുന്ന പോലെ ആ ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്കിവിടെ. കാരണം ഇവിടെ കാണാൻ ചുറ്റും എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന സാധനങ്ങളെല്ലാം ഒത്തിരി വർഷം പഴക്കമുള്ള സാധനങ്ങളാണ്. ഇതിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ല, പിന്നെ ഒളിച്ചും ഭാഗത്തൊക്കെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വിളക്കുകളൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഒത്തിരി നമ്മൾ പഴയ മലയാള സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വിളക്കുകൾ, ഒത്തിരി വർഷത്തെ ഒരു പഴക്കം തോന്നിക്കുന്ന സാധനങ്ങളിത്. ലോകത്തിൻ്റെ പല ഭാഗത്തും ചിതറിക്കപ്പെട്ട ജൂതന്മാരിലൊരു വിഭാഗം കേരളത്തിൽ മട്ടാഞ്ചേരി ഭാഗത്ത് ജീവിച്ചിരുന്നു. അവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ തിരിച്ചു പോയി. ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. അവരുടെ ആരാധനാലയവും അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കച്ചവടക്കാരാണ് ഈ പ്രദേശത്തുള്ളത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊന്നും പുറത്ത് എല്ലാ സ്ഥലങ്ങളും അവൈലബിളായ സാധനങ്ങളല്ല. ഇവിടെ പലതരം കല്ലുകൾ, അതിൻ്റെ വില കൂടിയതും വില കുറഞ്ഞതുമായ കല്ലുകൾ വാങ്ങാൻ കിട്ടും. പിന്നെ കല്ല് പതിച്ച പല ടൈപ്പ് ഫാൻസി ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കയറുന്നതിന് പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഇതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ദേഹപരിശോധനയുണ്ട്. പിന്നെ ക്യാമറ അലൗഡല്ല. ഈ ജൂതത്തെരുവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു നല്ല വീഡിയോയുമായി അധികം താമസിയാതെ വരാം. ഞങ്ങളുടെ ചാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ അഭിമന്യു മാത്യു, ഇതെൻ്റെ വൈഫ് റാണി ജോർജ്. ഓക്കെ, താങ്ക് യു എവരിബഡി.